എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീറ്റെയിൽ ഷോറൂം മാനേജ് ചെയ്യാനായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനേജർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു റീറ്റെയിൽ ഷോറൂം ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും വീഡിയോ കാണുന്ന ആളുകൾ ചോദിക്കാറുള്ള കാര്യമാണ്, എല്ലാം തന്നെ സംരംഭകരെ ഫോക്കസ് ചെയ്താണ്, എന്നാൽ മാനേജേഴ്സിനും കൂടെ ഗുണകരമായ ചില കാര്യങ്ങൾ ചെയ്യാമോ എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും സംരംഭകർക്കും അവർ എംപ്ലോയ് ചെയ്തിട്ടുള്ള അവരുടെ മാനേജേഴ്സിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡ് യുവർ കസ്റ്റമർ. കാരണം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റീറ്റെയിൽ മാനേജേഴ്സ് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കുക, അവരുടെ പ്രിഫറൻസസ് മനസ്സിലാക്കുക, അവരുടെ ഷോപ്പിംഗ് ഹാബിറ്റുകൾ മനസ്സിലാക്കി അതിനനുസൃതമായ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കൊടുത്ത് കസ്റ്റമറുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും കസ്റ്റമർ സെൻട്രിക്കായിട്ട് നിന്നുകൊണ്ട് കസ്റ്റമറുടെ മനസ്സ് മനസ്സിലാക്കി അവരെ തൃപ്തികരമായ രൂപത്തിൽ ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. 2, ഡെവലപ്പ് യുവർ സ്റ്റാഫ്. ഒരു മാനേജർ, ഒരു റീറ്റെയിലിൽ പ്രത്യേകിച്ചും അതിലെ മാനേജർ നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ റീറ്റെയിൽ ഷോറൂമിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ കസ്റ്റമറെ ഡീൽ ചെയ്യാൻ സഹായിക്കുന്ന വ്യത്യസ്ത സെയിൽസ് സ്ട്രാറ്റജികളോ ടൂൾസുകളോ മെത്തേഡ്സുകളോ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, പരിശീലിപ്പിക്കുക, നിരന്തരം പറഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് അത് എത്തിച്ച് അവരുടെ ജോലിയെ ഭംഗിയാക്കാൻ സഹായിക്കുക. മൂന്നാമത്തെ കാര്യം, മാനേജ് ഇൻവെൻറ്ററി ഇഫക്റ്റീവ്ലി. കാരണം സ്റ്റോക്ക് ഈക്വൽ ടു ക്യാഷ് എന്നുള്ളത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സ്റ്റോക്ക് റൊട്ടേഷൻ പ്രോപ്പറായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇൻവെൻറ്ററി ലെവലുകൾ ചെക്ക് ചെയ്ത് പോകണം. അതുപോലെ ഓർഡറിങ്ങും സ്റ്റോക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള പ്രോസസ്സുകൾ കറക്റ്റായി നടക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തണം. റൈറ്റ് പ്രൊഡക്ട്സുകൾ എല്ലാ സമയത്തും നമ്മുടെ ഷോറൂമിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തി ഇൻവെൻറ്ററി ഭംഗിയായി മാനേജ് ചെയ്യുക. നാലാമത്തെ കാര്യം, ക്രിയേറ്റിംഗ് എ വെൽക്കമിങ് എൻവയോൺമെൻറ്റ്. കാരണം ഇന്ന് റീറ്റെയിലൊക്കെ ഹൈ കോമ്പറ്റീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാഹചര്യം നമ്മുടെ ഷോറൂമിൽ ഒരുക്കി കൊടുത്താലേ നല്ല പർച്ചേസ് അവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ വെൽക്കം ചെയ്യുന്ന, അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടാവണം. ഓരോ കാര്യങ്ങൾക്കും വലിയ പ്രസക്തി കൊടുക്കണം. അതായത് കസ്റ്റമർ നമ്മളെ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള, ഇപ്പോൾ ലൈറ്റിംഗ് ആവട്ടെ, ഷോപ്പിൻ്റെ ലേ ഔട്ട് ആവട്ടെ, പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതാവട്ടെ, മർച്ചൻഡൈസിങ്, വിഷ്വൽ മർച്ചൻഡൈസിങ് അഥവാ ഡിസ്പ്ലേ ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മികച്ചതാണെന്ന് ഉറപ്പുവരുത്തി പോവുക. അഞ്ചാമത്തെ കാര്യം, മോണിറ്റർ യുവർ സെയിൽസ്. ഒരു റീറ്റെയിൽ ഷോറൂം മാനേജ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാർഗറ്റ് വേഴ്സസ് അച്ചീവ്മെൻറ്റ്, സെയിൽസ്, ആവറേജ് ബാസ്ക്കറ്റ് വാല്യൂ, പെർ ഡേ എത്ര കസ്റ്റമർ ഉണ്ടായിരുന്നു, എത്രത്തോളം സെയിൽ നടന്നിട്ടുണ്ട്, അപ് സെല്ലിങ് എത്ര സംഭവിക്കുന്നുണ്ട്, ക്രോസ് സെല്ലിങ് എത്ര സംഭവിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയുടെ ട്രെൻഡുകളും എന്തൊക്കെ ഗ്രോത്തിനുള്ള ചാൻസുകളുണ്ട്, ഇതൊക്കെ മികച്ച രൂപത്തിൽ മനസ്സിലാക്കുക. പ്രൊഡക്റ്റിനെ പറ്റി ആധികാരികമായ നോളജ് ഉണ്ടാവുക. അങ്ങനെ സെയിൽസ് ഫോക്കസ്ഡ് ആയിട്ട് പോകുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ആറാമത്തെ കാര്യം, മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സ്. ചില സ്ഥാപനങ്ങളിലൊക്കെ സെൻട്രൽ പർച്ചേസൊക്കെ ആയിരിക്കാം, മേ ബി സപ്ലൈസുമായിട്ട് ഒരുപാട് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലായിരിക്കാം. പക്ഷേ മാനേജേഴ്സ് പൊതുവെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ സ്ഥാപനത്തിലേക്ക് സപ്ലൈസ് വരുന്നുണ്ടെങ്കിൽ അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് അവരുടെയും കൂടെ സപ്പോർട്ട് മാർക്കറ്റിങ്ങിൻ്റെ ആംഗിളിൽ എന്തെങ്കിലും ലഭിക്കുമെങ്കിൽ, കാരണം അവരുടെ ഉൽപ്പന്നവും നമ്മുടെ ഷോറൂമിൽ വെച്ചിട്ടുണ്ട്, അത് വിൽക്കാൻ അവർ നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കുമെങ്കിൽ അത്തരം ഓപ്പർച്യൂണിറ്റീസൊക്കെ എടുക്കുക. ഏറ്റവും മികച്ച പ്രൈസിങ് കിട്ടുന്നുണ്ട്, ഏറ്റവും ഫാസ്റ്റ് ഡെലിവറി സംഭവിക്കുന്നുണ്ട്, പുതിയ പുതിയ പ്രൊഡക്റ്റും സർവീസൊക്കെ നമ്മളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ സപ്ലൈസ് ായിട്ട് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബെനിഫിറ്റുകൾ എടുക്കാനും ഒരു മാനേജർ അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ കാര്യം, യൂസ് ടെക്നോളജി ടു യുവർ അഡ്വാൻറ്റേജ്. ടെക്നോളജി ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് റീറ്റെയിൽ ടെക്നോളജി, അത് പോയിൻ്റ് ഓഫ് സെയിലിൽ നടക്കുന്ന കൗണ്ടറിലുള്ള പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം ആവാം, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആവാം, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ടൂൾസുകളായിരിക്കാം. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻസിനെയും നമ്മുടെ കസ്റ്റമർ എക്സ്പീരിയൻസിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പ്രത്യേകിച്ച് ടെക്നോളജിയുടെ സഹായം നന്നായി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിച്ചത്. എട്ടാമത്തെ കാര്യം, സ്റ്റേ അപ് ടു ഡേറ്റ് ഓൺ ഇൻഡസ്ട്രി ട്രെൻഡ്സ്. CCI എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിച്ചത്. ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ CCI നടത്തുക എന്ന് പറഞ്ഞാൽ കോപ്പി, കസ്റ്റമൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. കാരണം നമ്മുടെയൊക്കെ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുക. അതിലെ ചില കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യമായ കസ്റ്റമൈസേഷൻ മാറ്റങ്ങൾ വരുത്തി നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അതിനെന്ത് വേണം? നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുക. ഒമ്പതാമത്തെ കാര്യം, പ്രൊവൈഡ് എക്സലൻറ്റ് കസ്റ്റമർ സർവീസ്.
ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് നൽകുക എല്ലാ സമയത്തും. നമ്മൾ അതിനൊരു മാതൃകയാകുക, നമ്മുടെ ടീമിനെ, സ്റ്റാഫിനെ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക, ലോയൽ കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം ഒരു മികച്ച മാനേജർ അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് എപ്പോഴും ഏത് സ്ഥാപനത്തിലും ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ബിസിനസ്സിനെ, സ്ഥാപനത്തെയോ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണത്. അതിനുള്ള സാഹചര്യം ഒരുക്കുക. ആൻഡ് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, മാനേജ് യുവർ ഫൈനാൻസസ് ഇഫക്റ്റീവ്ലി. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തേണ്ടതുണ്ട്. നമ്മുടെ എക്സ്പെൻസിനെ ട്രാക്ക് ചെയ്യുക, റവന്യൂ എന്താണെന്ന് തിരിച്ചറിയുക, പ്രോഫിറ്റബിലിറ്റി ഉറപ്പുവരുത്തുക, എന്നിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ടീവായ കാര്യങ്ങൾ അറിയിക്കുക. കാരണം ആത്യന്തികമായിട്ട് ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവണം. ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന മാനേജർ ഉറപ്പുവരുത്തേണ്ട കാര്യം ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൊക്കെ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫൈനാൻസിൻ്റെ ഏരിയയെ പറ്റിയും കൂടെ അല്പം ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളിന്ന് 10 കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. കസ്റ്റമറെ മികച്ച രീതിയിൽ മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യുക, ഇൻവെൻറ്ററി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുക, ഒരു വെൽക്കമിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, സെയിൽസ് മോണിറ്റർ ചെയ്ത് പോവുക, സപ്ലൈസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ടെക്നോളജി നന്നായി ഉപയോഗിക്കുക, ഇൻഡസ്ട്രി ട്രെൻഡുകൾ മനസ്സിലാക്കി അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക, അതിനുവേണ്ടി പഠിക്കുക, എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിൽ ഫൈനാൻസ് മാനേജ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ടീമിനെ തന്നെ സെറ്റ് ചെയ്യാം. മികച്ച ഒരു ടീമുമായി ശക്തമായിട്ട് മുന്നേറിയാൽ ഏത് ഷോറൂമും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. അത്തരത്തിൽ സക്സസ്ഫുള്ളായ മാനേജറായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.